വെറുമൊരു സംശയത്തിന്റെ പേരിൽ തന്റെ പഴയ ലാൻഡ് റോവർ വാഹനം കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നതാണ് ദുൽഖർ സൽമാന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ താൻ ഹാജരാക്കാൻ തയ്യാറായിരുന്നെങ്കിലും കസ്റ്റംസ് അതൊന്നും പരിശോധിച്ചില്ലെന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ദുൽഖർ ആരോപിക്കുന്നു. ഇത് ഭൂട്ടാനിൽ നിന്ന് കള്ളക്കടത്ത് നടത്തി കൊണ്ടുവന്ന വാഹനമല്ല. റെഡ് ക്രോസ് ഉപയോഗിച്ചിരുന്ന വാഹനം ചെന്നൈയിലെ ഒരു വ്യവസായി ഇറക്കുമതി ചെയ്തു വന്നതാണ്. അതിന് കസ്റ്റംസ് ഡ്യൂട്ടിയും അടച്ചിട്ടുണ്ട്. അതിന്റെ രേഖകളടക്കം തന്റെ കൈവശമുണ്ട്. ആ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് ദുൽഖർ വാദിക്കുന്നത് ഇത് നിയമവിരുദ്ധമായി കൊണ്ടുവന്ന വാഹനമല്ല എന്നതാണ്. ആ ചെന്നൈയിലെ വ്യവസായിയിൽ നിന്ന് മറ്റൊരു സ്ഥാപനം ഈ വാഹനം വാങ്ങുന്നു. 2020 5 വർഷം മുൻപാണ് താൻ ഈ വാഹനം സ്വന്തമാക്കുന്നത്. അന്ന് ബാങ്ക് വഴിയാണ് ഇതിന്റെ പണമിടപാട് നടത്തിയിരിക്കുന്നതെന്നും ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതായത് താൻ ഒരു തരത്തിലും കള്ളപ്പണ ഇടപാട് ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ എല്ലാ രേഖകളും പരിശോധിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്ത വാഹനം എന്ന നിലയിലാണ് നിയമവിധേയമായി ഈ വാഹനം സ്വന്തമാക്കുന്നതെന്നാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ വാദിക്കുന്നത്. ഇനി കസ്റ്റംസ് ആണ് ഇതിന് മറുപടി പറയേണ്ടത്. ദുൽഖർ ഈ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കോടതിക്ക് മുന്നിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് കോടതിയുടെ നിയമപരമായ പരിശോധനയ്ക്കാണ് ഇനി വിധേയമാകാൻ പോകുന്നത്. ഓപ്പറേഷൻ നുംഖൂറുമായി ബന്ധപ്പെട്ട് 40ഓളം വാഹനങ്ങളാണ് കസ്റ്റംസ് സംസ്ഥാനത്ത് പിടിച്ചെടുത്തത്. അതിലാദ്യമായിട്ടാണ് കസ്റ്റംസിന് ഒരു നിയമ നടപടി നേരിടേണ്ടി വരുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.